ഇബ്രാഹിം ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ആത്മകഥ ലോകം മുഴുവൻ പോകട്ടെ. ഒരു പ്രശ്നം സസ്പെൻഷൻ നടപടി പാർട്ടി ഘടകങ്ങളിലും പൊതുസമൂഹത്തിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കില്ല. കഴിഞ്ഞ ദിവസം പത്രക്കാരുടെ വാർത്ത വരുന്നു, അതിന് പിന്നാലെ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തെറ്റായി വ്യാഖ്യാനിക്കില്ല. പാർട്ടി ഘടകങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നു. നമുക്ക് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് നടപടി എടുക്കാൻ കഴിയത്തുള്ളൂ. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന സംഘടനാ രീതികൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഏത് വ്യക്തിയുടെ പേരിലുള്ള നടപടി എടുക്കാനും കഴിയത്തുള്ളൂ. അതല്ലാതെ നമുക്ക് സ്വതന്ത്രമായി നമുക്ക് ഇഷ്ടമുള്ള ഒരു നടപടി ജില്ലാ കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയത്തില്ല. അല്ല, പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറ്റാരോപിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടും നമുക്ക് SITയുടെ കുറ്റപത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതാണൊരു അവ്യക്തമായിട്ട് നമുക്ക് തുടരുന്നത്. ആകെ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ ജയിലിലടച്ചു എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ പേരിലുള്ള കുറ്റം, ആരോപിക്കപ്പെടുന്ന കുറ്റം. അതാണ് നമുക്കിവിടെ വരാത്തൊരു വ്യക്തത. അവ്യക്തമായിട്ട് നിൽക്കുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ നിലയിലേക്കുള്ള തീരുമാനം. അത് ശരിയല്ല. ജില്ലാ സെക്രട്ടറിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒരു അവകാശം ഇല്ലാത്തൊരു കമ്മിറ്റിയാണിത്. ഇതൊരു കൂട്ടായ തീരുമാനം എടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ജില്ലാ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ഒരു അവകാശം ഈ കമ്മിറ്റിക്കകത്തില്ല. ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും വഴി ഒരു സമ്മർദ്ദം പെടുത്താനുള്ള സമ്മർദ്ദ തന്ത്രം പത്മകുമാർ പയറ്റി എന്ന് പാർട്ടിക്ക് വിലയിരുത്തലുണ്ടോ? ഒരിക്കലും ഇല്ല. CPMന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അനേക അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കേരളത്തിലെ പാർട്ടിയാണെങ്കിൽ പോലും കേരളത്തിലെ പാർട്ടിയിൽ നടപടി വാങ്ങാത്ത വളരെ ചുരുക്കം നേതാക്കന്മാരല്ലേ കേരളത്തിലെ പാർട്ടി തന്നെയുള്ളൂ. ഇവിടെ 85-ലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അന്ന് MV രാഘവനും കുഞ്ഞിക്കണ്ണൻ സഖാവിനെയും പാർട്ടി എത്ര ഉജ്ജ്വലമായ നേതാക്കന്മാരായിരുന്നു. അന്ന് ആ നിലയിലേക്കുള്ളൊരു നടപടി എടുത്തില്ല. അന്ന് ഞാൻ ദേശാഭിമാനിയുടെ ലേഖകനായിരുന്നു. എന്നെയാണെന്ന് ചുമതലപ്പെടുത്തി ഇതുവരെ രണ്ടുപേരെയും ഒരു കാറിൽ കയറ്റി തിരുവനന്തപുരത്ത് ഉടൻ തന്നെ അന്ന് തന്നെ എത്തിക്കണം. അന്ന് രാത്രി തന്നെ നടപടി എടുത്തു. അപ്പോൾ എത്ര ഉന്നതനാണെന്നുണ്ടെങ്കിലും നടപടി എന്നുള്ളത് ഉയർന്നു വരുന്ന കുറ്റങ്ങളെ ആസ്പദമാക്കിയാണ്. അതാണ് അടിസ്ഥാനം. അതായത് വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കുറ്റങ്ങളോ അല്ല. അതിനെ കുറ്റങ്ങളുടെ ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു ഡെൻസിറ്റി അനുസരിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ പാർട്ടിക്കുള്ളിൽ നടപടി ഉണ്ടാവുക. ഇന്നലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ ഇനി ഒരു വിശദീകരണം ചോദിക്കലുണ്ടാവുമോ പത്മകുമാറിന്റെ അടുത്ത്? അത് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഏതോ സുഹൃത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത വിവരം എന്ന നിലയിലാണ് മാധ്യമങ്ങളിൽ അത് വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് പാർട്ടിയുടെ മുമ്പിൽ അത് സംബന്ധിച്ച് കുറച്ചുകൂടെ വ്യക്തത വരികയാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുക. ആ ഒരു സംശയമില്ല. പാർട്ടിക്ക് അറിയാവോ? സുഹൃത്താണെന്ന് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. ഒരു സുഹൃത്ത് മുഖേനയാണ് മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തിയതെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഒന്നും പറയാൻ പറ്റൂല. എല്ലാം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. രാജു ഇബ്രാഹിം ഈ പാർട്ടി നടപടിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പത്മകുമാറിനെതിരെ എടുത്ത സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പാർട്ടിക്ക് ഒരു ഭരണഘടനാ രീതിയുണ്ട്. അത് അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയൂ. ഇപ്പോഴും പാർട്ടി പറയുന്നത് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്, SITയുടെ കുറ്റപത്രം വന്നിട്ടില്ലല്ലോ. ആ ഒരു സാങ്കേതികത്വമാണ് ഇപ്പോഴും പാർട്ടി ഉന്നയിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അതായിരുന്നില്ല ഉള്ളിലുണ്ടായ ഒരു പൊതുവികാരം. പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അതാണ് തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം, ജില്ലയിലുണ്ടായ തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണം.